ഹലോ, നമസ്കാരം എല്ലാവർക്കും. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ എല്ലാവരും. അങ്ങനെ നമ്മുടെ ചിൻ്റെ മാലാക പെണ്ണിൻ്റെ കഥ തുടരുന്നു. അങ്ങനെ അവൾക്ക് വല്ലാത്ത പേടിയായി. ഇനി എന്ത് ചെയ്യും? അവളുടെ പൂച്ച കണ്ണ് കാണില്ലേ? അവൻ കണ്ടു കഴിഞ്ഞാൽ അവൻക്ക് മനസ്സിലാവില്ലേ ഇനി എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ ഓർത്ത് അവൾ വല്ലാത്ത പരിഭ്രാന്തി ആയി. എന്തിന് പറയണം, അവൻ്റെ വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ അവളുടെ നെഞ്ഞ് ഇടിക്കാൻ തുടങ്ങി. പിന്നെ അവനും മിററിൻ്റെ ഉള്ളിൽ കൂടെ നോക്കാൻ തുടങ്ങി. ഇടയ്ക്കൊക്കെ കുട്ടി കുറച്ചൊക്കെ റൊമാൻസ് ആണ് കേട്ടോ, ഒന്നും പറയണ്ട. അങ്ങനെ ഇവർ ഫുഡെല്ലാം കഴിച്ചു, അവിടെ നിന്നെല്ലാം ഇറങ്ങി. ആ സമയത്തൊക്കെ ഇവളുടെ പേടി ഒക്കെ പരിഭ്രാന്തം ഒക്കെ നോക്കി കാണുകയായിരുന്നു. അവൻ്റെ ചുണ്ടിൽ ചെറിയ പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവളുടെ ധൈര്യം ഒക്കെ എവിടെ പോയി? ചോർന്നു പോയോ? ഇവൻ്റെ മുന്നിൽ അത്രയും പുലിക്കുട്ടി ആയിരുന്നല്ലോ. ഇവൻക്കറിയില്ലല്ലോ ഇവൾ പാവം പെണ്ണാണ് എന്നൊക്കെ. പക്ഷെ എല്ലാവരുടെ മുന്നിൽ അവൾ ഭയങ്കര തൻ്റെടിയാണല്ലോ. അപ്പോൾ അത് ഓർത്ത് അവനിങ്ങനെയൊക്കെ ഒരു പൂച്ചക്കുട്ടിയെ പോലെ ഇരിക്കുന്നു. എത്രയുള്ള പെണ്ണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഒക്കെ ഓരോ കാര്യങ്ങളും ഓർത്ത് അങ്ങനെ വണ്ടിയിലേക്ക് കയറി യാത്രയിൽ തുടങ്ങിയപ്പോൾ അവൻ ഓരോന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. എന്താണ് അനിയനും അനിയത്തിയും പറയുന്നത്? അവളുടെ ഒന്ന് ഹാപ്പിയാക്കാൻ വേണ്ടി അവൻ സംസാരം തുടങ്ങി. അവളുടെ പേടിയൊന്ന് മാറിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച്. പക്ഷെ എന്തിനു പറയണം, പെണ്ണിന് വല്ലാത്തൊരു പേടിയാണ്. ചെക്കൻ മുന്നേ ഫ്രണ്ടാണെന്നുണ്ടെങ്കിലും കൂടിയിട്ട് അവളുടെ എല്ലാ കള്ളക്കളികളും ഇതോട് കൂടിയിട്ട് പൊളിയുമോ എന്നുള്ളൊരു ഭയം ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവരെ യാത്രയെല്ലാം ചെയ്തു. അവിടെ എല്ലാം പോയി. ഫ്ലാറ്റിൽ കയറി. 2 റൂമുണ്ട്, 2 ബെഡ്റൂം. അവിടെ 2 ബെഡ്റൂമിലും ഒരാൾ കലിപ്പൻ ചെക്കൻ വേറെ ബെഡ്റൂമിലും ഇവൾ താഴത്തെ ബെഡ്റൂമിലും ആയിരുന്നു. അങ്ങനെ ഇവൾ ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടി വന്നു, ഇവളും കഴിക്കാൻ വേണ്ടി വന്നു. രണ്ടാളും ഫുഡെല്ലാം കഴിച്ച് ഇനി കുറച്ച് കഴിഞ്ഞ് പുറത്ത് പോകണം. എന്നിട്ട് വേണം നാളത്തെ മീറ്റിങ്ങിനുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാൻ. ഓക്കെ സാർ, അതെല്ലാം ചെയ്യാം. പിന്നെ നീ ഫ്രഷ് ആയിക്കോ. പക്ഷേ ഇവൾക്കാണെങ്കിൽ ലെൻസ് ഊരി വെക്കണം. രാത്രി ആയില്ലേ, ഒരുപാട് സമയം ലെൻസ് ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. ഇവളുടെ പൂച്ച കണ്ണ് കാണില്ലേ? ബ്ലാക്ക് ലെൻസല്ലേ വെച്ചിട്ടുള്ളത്. എന്ത് പറയണം, അവസ്ഥ ആയിപ്പോയില്ലേ, പെണ്ണ് പെട്ടേല്ലേ. ഇതെല്ലാം കഴിഞ്ഞ് ഇനി എപ്പോഴാ കിടക്കുക? അപ്പോഴല്ലേ ഊരാൻ പറ്റൂ എന്നൊക്കെ ആലോചിച്ചു. എന്ന് കുറച്ച് നേരത്തെ കിടന്നു, നാളെ നേരത്തെ എണീറ്റാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്കൊരു ആശ്വാസം ഒക്കെ ആയി. എന്നിട്ട് എന്ത് പറയണം, റൂമിൽ പോയി ഇവൾ ലെൻസ് എല്ലാം അയച്ചു വെച്ചു. എന്നിട്ട് ഇവളുടെ ലെൻസ് എല്ലാം അയച്ചു വെച്ചു. ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു. ഇവൾ ഫ്രഷായി റൂമിൽ നിന്ന് ഒന്ന് ജസ്റ്റ് വെള്ളമെടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഇവളുടെ മുടിയാണെങ്കിൽ നല്ല രസമുള്ള മുടിയാണ്, ഹെയർ സ്റ്റൈൽ പോലെയാണ് ഇവളുടെ മുടി. ഇവളാണെങ്കിൽ ഇട്ടിരിക്കുന്നത് ടീഷർട്ടും സോക്സ് പാൻറ്റും ആയിരുന്നു ഇട്ടിട്ടുള്ളത്. ഒന്നും പറയണ്ട, ചെക്കനാണെങ്കിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മേലത്തെ റൂമിൽ നിന്ന് സ്റ്റെപ്പിൻ്റെ അവിടെ ആ ഭാഗത്തായിട്ട് ചെക്കൻ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവൾ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. അങ്ങനെ വെള്ളമെടുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ നിന്ന് വെള്ളമെടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഇവളെ കണ്ടപ്പോൾ ഇവൾ ഒരു മാലാഖയെ പോലെ ഉണ്ടല്ലോ എന്ന് ഇവൻ്റെ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. എത്രക്കും ഭംഗിയുണ്ടായിരുന്നോ അവൾ എന്നൊക്കെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഫോണിലത്തെ ഫ്ലാഷ് അടിച്ചിട്ടായിരുന്നു അവൾ വെള്ളമെടുക്കാൻ പോയത്. കാരണം ലൈറ്റ് ഇട്ടില്ല.
പക്ഷേ ഉള്ള വെളിച്ചത്തിൽ കണ്ടതാണ് ഇവൻ അവളുടെ ഭംഗി. ലൈറ്റത്തിൽ ഇതിനേക്കാളും ഭംഗിയും ഉണ്ടാകുമല്ലോ എന്നൊക്കെ ആലോചിച്ചു അവൻ. എന്തിന് പറയണം, ആകെ കയ്യിൽ നിന്ന് പോയ അവസ്ഥയാണ് കലിപ്പൻ ചക്കൻ കലിപ്പുണ്ട് കാണിക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. പക്ഷെ ഉള്ളിൽ ശുദ്ധ പാവാണ്. അവനക്കാണെങ്കിൽ അവളോടുള്ള പ്രണയം വല്ലാത്തൊരു ഫീലിങ്സ് ആണല്ലോ. പക്ഷെ പറയാനാണെങ്കിൽ വയ്യ. ആ സമയത്ത് നാട്ടിൽ നിന്ന് കോൾ വന്നു. എന്തിന് പറയണം, കോൾ വിളിച്ചത് മറ്റേ ചേച്ചി ആയിരുന്നു. ചേച്ചി എന്താ വിളിച്ചത്, സുഖമാണോ ചേച്ചി, മോളെ കുഴപ്പമൊന്നുമില്ല സുഖമാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇരിക്കുമായിരുന്നു. മോൾക്ക് എങ്ങനെ ഉണ്ട്, എന്താ വിശേഷങ്ങൾ എന്നൊക്കെ. മോളുടെ കല്യാണം ഒക്കെ ഉറപ്പിച്ച് എന്നൊക്കെ പറഞ്ഞ് കേട്ടല്ലോ എന്ന്. അല്ലേ ചേച്ചി, അങ്ങനെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അതിലിടയ്ക്ക് അവൻ റൂമിൽ പോയി അവൻ ഒരു പാട്ട് പ്ലേ ചെയ്തു. അത് കേട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇവൻ ആസ്വദിച്ച് കലിപ്പഞ്ചക്കൻ ഇങ്ങനെ ഓരോന്ന് ഓർത്തുകൊണ്ട് പാട്ടെല്ലാം കേട്ട് ഭയങ്കര കൂൾ മൈൻഡ് ഇരിക്കുക കേട്ടോ. പക്ഷെ ആ സമയത്ത് അവളുടെ ഉമ്മയും ഉപ്പയും വിളിച്ചു. ആരുടെ, നമ്മളെ ജിന്നിൻ്റെ ഉമ്മ വിളിച്ചിട്ട് മോള് സുഖല്ലേ എന്നൊക്കെ ചോദിച്ചു.